പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓഫീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് എംഎൽഎമാരിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്നലെയാണ് ദില്ലി സ്വദേശികളായ പ്രതികളെ കോഴിക്കോട് എത്തിച്ചത്. 3 കോടി രൂപ നൽകിയാൽ പുനഃസംഘടനയിലൂടെ മന്ത്രിയാക്കാമെന്നായിരുന്നു എംഎൽഎ വിദ്യാ ബാലകൃഷ്ണനും എംപിമാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്കും ഫോൺ സന്ദേശം ലഭിച്ചത്. ശരത് എസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എംഎൽഎമാരെ ഫോണിൽ ബന്ധപ്പെട്ട് മന്ത്രിയാക്കാമെന്ന വാഗ്ദാനം നൽകിയത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞായിരുന്നു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണനാണ് ഫോൺ കോൾ വന്നത്. സംസ്ഥാനത്ത് മന്ത്രിസഭ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് ഈ ഘട്ടത്തിൽ മന്ത്രിയാക്കാം 3 കോടി നൽകണമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. എന്തായാലും എംഎൽഎ ഇതിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അങ്ങനെ ഡൽഹിയിൽ നിന്നാണ് ഫോൺ കോൾ വന്നതെന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിട്ടുള്ളത്. സൈബർ പോലീസ് ഡൽഹിയിലെത്തിയാണ് 2 പേരെയും പിടികൂടിയിട്ടുള്ളത്. ഡൽഹി സ്വദേശികളായ ഗൌരവ്, നിതിൻകുമാർ എന്നിവരാണ് പിടിയിലായത്. ഇവരെ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെയാണ് ഇവരെ ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത്, കൂടുതൽ എംഎൽഎമാരെ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നുള്ളതാണ് സൈബർ പോലീസും പറഞ്ഞത്. നിലവിൽ എന്തായാലും ഇന്നിപ്പോൾ അവധി ദിവസമാണ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. തുടർന്ന് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഒപ്പം ഇന്നിപ്പോൾ 10 മണിക്ക് സൈബർ പോലീസിന്റെ വാർത്താ സമ്മേളനം കൂടി വിളിച്ചിട്ടുണ്ട്. പ്രതികളെ പിടികൂടാനായത് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ആദ്യഘട്ടത്തിൽ മറ്റൊരാളുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഫോൺ വന്നത്. അതായത് രാജ്കുമാർ എന്ന പേരിലായിരുന്നു ഫോൺ കോൾ വന്നതെങ്കിലും അന്വേഷിച്ചപ്പോൾ ഡൽഹി സ്വദേശിയായ മറ്റൊരാളുടെ ഫോൺ നമ്പറാണ് കണ്ടത്. അത് ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ ഈ നഷ്ടപ്പെട്ട ഫോൺ ഒരാൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ കടയിൽ വിൽക്കുകയും അവിടെ നിന്ന് വാങ്ങിയ ഫോൺ വഴിയാണ് ഇത്തരത്തിൽ എംഎൽഎമാരെ വിളിച്ചിട്ടുള്ളത്. എംഎൽഎ ആയ വിദ്യാ ബാലകൃഷ്ണന് പുറമെ ഷാഫി പറമ്പിൽ എംപി അടക്കമുള്ള ആളുകൾക്കും ഇത്തരത്തിൽ സമാനമായ ഫോൺ കോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടോ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ ഇപ്പോൾ 2 പേരാണ് പിടിയിലായിട്ടുള്ളത്. കൂടുതൽ പേരുടെ പങ്കുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ സമർപ്പിക്കുക. ശരി, കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്, കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. ശരത് എസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.